ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് എൻസി ഫാറ്റ് ഫിറ്റ്നസ് ഹെൽത്ത് ടിപ്സ്. ഇന്ന് നമ്മളോട് പരിചയപ്പെടാൻ പോകുന്നത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം. നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് 25 സെക്കൻഡ്സ് ഓഫ് ജോഗിങ്. ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും വാർമിംഗ് അപ്പ് അതുപോലെ സ്ട്രെച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വർക്കിംഗ് മസിൽസിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സപ്ലൈ, ഓക്സിജൻ സപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് അവിടെ എത്തണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വാം ചെയ്യണം. പലതരത്തിലുള്ള വാർമിംഗ് അപ്പുകളുണ്ട്. ഇത് ഏകദേശം 25 സെക്കൻഡ് ജോഗ് ചെയ്തിട്ട് പിന്നെ ഹാൻഡ്സ് റൊട്ടേറ്റ് ചെയ്യാം. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഹാൻഡ്സ് അപ്പ് ആൻഡ് എക്സെയിൽ ഹാൻഡ്സ് ഡൗൺ. ഇങ്ങനെ ഒരു 10 കൗണ്ട് ഫ്രണ്ടിലേക്ക്, അതുപോലെ തന്നെ 10 കൗണ്ട് ബാക്കിലേക്ക്. കൈയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. ചെവിയിൽ മുട്ടിക്കാൻ നോക്കുക. ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ. ലങ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. കൈ മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കൈ താഴ്ത്തുക. ഒരു 10 കൗണ്ട് ബാക്കിലേക്ക്. ബോഡി നന്നായിട്ട് വാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ചിങ് ആണ്. മെയിൻ മസിൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ്. അതിനായി ഫീറ്റ് ടുഗദർ, ഇൻഹെയിൽ ഹാൻഡ്സ് അപ്പ്, എക്സെയിൽ ബെൻഡ് ഫോർവേഡ്, സ്ട്രെച്ച് യുവർ കാഫ് മസിൽ, ഹാംസ്ട്രിങ്, ലോവർ ബാക്ക്. ഇനി ഒരു ആർച്ച് ബാക്ക്. ഫോർവേഡിലേക്ക് ഒരു സ്ട്രെച്ചിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബാക്ക് ആർച്ച് ചെയ്യുന്നത് ഹിപ്പിനൊക്കെ നല്ലതാണ്. ഇനി സൈഡ് ബെൻഡ്. ഏതൊരു സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴും 3 to 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ ഏകദേശം 2 സെക്കൻഡേ കാണിച്ചിട്ടുള്ളൂ. 3 to 5 സെക്കൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ കൈയൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഫോർ ആം, റിസ്റ്റ് ജോയിൻറ്റ്, 2 കൈയും. ഇനി ട്രൈസെപ്സ്. പുഷപ്പ് ഒക്കെ ചെയ്യാനുള്ളതാണ്. നന്നായിട്ട് ട്രൈസെപ്സ് സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഷോൾഡർ ഒക്കെ സ്ട്രെച്ച് ചെയ്യുക. ഇതാണ് ജനറൽ പാർട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക്. സ്റ്റാർട്ട് വിത്ത് ജമ്പിങ് ജാക്സ്. ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് 30 കൗണ്ടാണ്. ഒരു ബിഗിനറിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അത്യാവശ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 40 to 50 കൗണ്ട്, അതല്ലെങ്കിൽ 1 മിനിറ്റോളം ഇങ്ങനെ ജമ്പിങ് ജാക്സ് ചെയ്യാൻ പറ്റും. ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ ലാൻഡിങ് ഷുഡ് ബി ഓൺ ദ ടോസിൽ ലാൻഡ് ചെയ്യണം. ഹീൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം അത് നീ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് അത് പിന്നെ അത് അങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ ഓൺ ദ ടോസിൽ വേണം ജമ്പിങ് ജാക്സ് ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പ്. 15 to 20 കൗണ്ടാണ്. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് 15 കൗണ്ടാണ്. ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ 12 കൗണ്ട് അല്ലെങ്കിൽ 15 കൗണ്ട് ചെയ്യാൻ നോക്കുക. ഇൻഹെയിൽ ഡൗൺ, എക്സെയിൽ അപ്പ്. ഫീറ്റിൻ്റെ പൊസിഷൻ ഫീറ്റ് വൈഡർ ഷോൾഡർ ലെവലാണ്. കൈയിൻ്റെ പൊസിഷൻ ഹാൻഡ്സ് വൈഡർ മോർ ദാൻ ഷോൾഡർ ലെവലിൽ വേണം പുഷപ്പ് ചെയ്യാൻ. 15 കൗണ്ട് ചെയ്തു. ബോഡി നന്നായിട്ട് വാമായി. ഒരു 10 to 15 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ 15 to 30 സെക്കൻഡ് വരെ റെസ്റ്റ് ചെയ്യുക. ഞാനിതിൽ 15 സെക്കൻഡ് കാണിച്ചിട്ടുള്ളൂ. പുഷപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ട്രൈസെപ്സ് ഒക്കെ സ്ട്രെച്ച് ചെയ്യണം. നല്ലപോലെ റിലാക്സ് ചെയ്യുക. നമുക്ക് ഒരു സെറ്റ് കൂടെ ചെയ്യണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 12 കൗണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ സെയിം കൗണ്ട് ചെയ്യാം, 15 കൗണ്ട്. ബിഗിനർ ആണെങ്കിൽ 12 to 15 കൗണ്ട്. അല്ലാത്ത ആൾക്കാർ 15 to 20 അല്ലെങ്കിൽ 25 കൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് താഴത്തേക്ക്, അതുപോലെ എക്സെയിൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് 12 കൗണ്ട്. ഈ പുഷപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സീൽ ജമ്പ്. 30 കൗണ്ട് ഫോർ ദ ബിഗിനർ. അഡ്വാൻസ്ഡ് ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 40 to 50 കൗണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാൻഡിങ് ഓൺ ദി ടോസ്. മുപ്പത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞു.
ഒരു 10 to 15 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. ബിഗിനർ ആണെങ്കിൽ ഒരു 30 സെക്കൻഡ് വരെ റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ക്വാട്സ്, ഇൻഹേൽ ഡൗൺ, എക്സേൽ അപ്പ്, ഒരു 90 ഡിഗ്രി ഡൗൺ ചെയ്യുക. ചെയ്യുന്ന നേരത്തെ നമ്മൾ 2 മുട്ടും ടോയുടെ ബാക്കിലേക്ക് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പോലെ ഇരിക്കുക. ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുക, എക്സേൽ ചെയ്തുകൊണ്ട് പൊങ്ങുക. ഒരു 20 കൗണ്ട്. ബിഗിനർ ആണെങ്കിൽ ഒരു 15 to 20 കൗണ്ട്. അഡ്വാൻസ്ഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ 25 to 30 കൗണ്ട്. കാല് വെക്കുമ്പോൾ ഫീറ്റ് എപ്പോഴും വൈഡർ മോർ ദാൻ ഷോൾഡർ ലെവലിലാണ്. നല്ലപോലെ വൈഡ് ചെയ്തിട്ട് വേണം സ്ക്വാട്സ് ചെയ്യാൻ. ഇനി ചെയ്യാൻ പോകുന്നത് സൈഡ് ബെൻഡ്. ഒരു 10 to 15 കൗണ്ട് ഫോർ ദ ബിഗിനർ. അഡ്വാൻസ്ഡ് ആൾക്കാർക്ക് 15 to 20 കൗണ്ട്. ഞാനിതിൽ കാണിച്ചിട്ടുള്ള 10 കൗണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ മിനിമം ഒരു 15 കൗണ്ടിന് ചെയ്യാൻ നോക്കണം. നല്ല പോലെ ഒബ്ലിക്ക് സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ എൽബോയും സ്ട്രെച്ച് ചെയ്യണം. ചെവിയിൽ മുട്ടിക്കാൻ നോക്കുക. ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ഒരു ഹാഫ് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഞാൻ വീഡിയോയിൽ ഫാസ്റ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. ഒരു ഹാഫ് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതും 15 കൗണ്ട് മിനിമം. ഇനി അടുത്തത് ബർഫി. ഫീറ്റ് വൈഡ് ഷോൾഡർ ലെവൽ, ജമ്പ് അപ്പ്, പുഷപ്പ്. ഒരു റൗണ്ടിൽ റൈറ്റ് ലെഗ് വരുമ്പോൾ അടുത്ത റൗണ്ടിൽ ലെഫ്റ്റ് ലെഗ് വേണം വരാൻ. ഇപ്പം ഞാനിതിൽ കാണിച്ചിട്ടുള്ള റൈറ്റ് ലെഗ് മാത്രമേ കാണിച്ചിട്ടുള്ളത്. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഒരു റൗണ്ട് റൈറ്റ് ലെഗ്, ഇനി ലെഫ്റ്റ് ലെഗ്, ഇങ്ങനെ വേണം ചെയ്യാൻ. ബിഗിനർ ആണെങ്കിൽ ഒരു 10 പുഷപ്പ്. അഡ്വാൻസ്ഡ് ആൾക്കാർ 15 to 20, 15 കൗണ്ട് മിനിമം ചെയ്യുക. അഡ്വാൻസ്ഡ് ആൾക്കാർ ഞാൻ അവിടെ കാണിച്ച് 10 കൗണ്ടാണ്. ഫോർ ദ ബിഗിനറിനെ ഞാൻ കാണിച്ചത്. ഈ ബർഫി ചെയ്യുമ്പോൾ നല്ല പോലെ നമ്മൾ ഹാർട്ട് റേറ്റ് റൈസ് ആവും. അപ്പോൾ അതൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സൈൽ ചെയ്തുകൊണ്ട് താഴത്തേക്ക്, ഇൻഹേൽ ചെയ്തുകൊണ്ട് അപ്പ്. അതായത് ലങ്സ് ക്ലോസ് ആകുമ്പോൾ എക്സൈൽ ചെയ്യുക, ലങ്സ് ഓപ്പൺ ആവുന്ന നേരത്ത് ഇൻഹേൽ ചെയ്യുക. അതാണ് അതിൻ്റെ മെത്തേഡ്. ഇനി അടുത്തത് ഹീൽ റേസ്, അതല്ലെങ്കിൽ കാഫ് റേസ്. എക്സേൽ അപ്പ്, ഇൻഹേൽ ഡൗൺ. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പൊങ്ങുക. നമ്മൾ കാഫ് മസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ പെയിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു 20 കൗണ്ട് ഫോർ ദ ബിഗിനർ. അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ 25 to 30 കൗണ്ട്. ഞാനിവിടെ 20 കൗണ്ട് കാണിച്ചത്. ലാസ്റ്റ് വിൽ ഡു 1 more കാർഡിയോ. കാലടുപ്പിച്ച് വെക്കുക. ഓൺ ദ ടോസിൽ ജമ്പ് ചെയ്യുക. 30 കൗണ്ട് കാണിച്ചിട്ടുള്ളത് ഫോർ ദ ബിഗിനറിനാണ് കാണിച്ചിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാർ 40 to 50 കൗണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ്. ഇപ്പോൾ വെയിറ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും നല്ലൊരു ഡയറ്റ് ചാർട്ട് അവർ ഫോളോ ചെയ്യണം. ഏകദേശം 1200 അല്ലെങ്കിൽ 1100, 1000 കാലറീസിൻ്റെ നല്ലൊരു ചാർട്ട് ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 250-300 കാലറീസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വിത്ത് ചാർട്ടിൻ്റെ കൂടെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ മന്ത്ലി നല്ല പോലെ വെയിറ്റ് കുറയും. നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. ഇപ്പം ഞാനിത് കാണിച്ചിട്ടുള്ള ഏകദേശം 8 മിനിറ്റ് 50 സെക്കൻഡിൻ്റെ വർക്കൗട്ടാണ്. അപ്പം അത്യാവശ്യം സ്റ്റാമിന, സ്ട്രെങ്ത് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് 2 സെറ്റ് അല്ലെങ്കിൽ 3 സെറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പ്രോഗ്രാമിൽ 2 സെറ്റ് പുഷപ്പാണ് കാണിച്ചിട്ടുള്ളത്. 15 കൗണ്ട്, 12 കൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒരു 10 കൗണ്ട് പുഷപ്പ് കൂടെ. അതുപോലെ സ്ക്വാട്ട് ഞാൻ 1 കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു സെറ്റ് കൂടെ സ്ക്വാട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ജമ്പിങ് ജാക്സ്, സീൽ ജമ്പ്, ഇങ്ങനെയുള്ള കാർഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 2 സെറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും.
അതുപോലെ ബർഫി, ജമ്പ് ചെയ്തുകൊണ്ട് പുഷപ്പ് അടിക്കുന്ന ആ ബർഫി, ഞാൻ 10 പുഷപ്പ് ഞാൻ അടിച്ചുള്ളൂ ബർഫിയിൽ. നിങ്ങൾക്ക് അങ്ങനത്തെ 2 സെറ്റ് അല്ലെങ്കിൽ 3 സെറ്റ് വരെ നിങ്ങളെ സ്റ്റാമിന നിങ്ങൾ അളന്നിട്ട് വേണം വർക്കൗട്ട് സെറ്റ് ചെയ്യാൻ. നല്ല ഡിഫിക്കൽട്ടി തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് നല്ലപോലെ റെസ്റ്റ് ചെയ്യണം. ബിഗിനർ ആണെങ്കിൽ 15 to 30 സെക്കൻഡ്, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യുക. ഒരു 45 സെക്കൻഡ് വരെ റെസ്റ്റ് ചെയ്യുക ബർഫിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി കൂൾ ഡൗൺ ആണ്. മസിലൊക്കെ ഷേക്ക് ചെയ്യുക,